അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് ഇന്ത്യൻ്റെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്നൊരു യാത്ര പോവാണ്. അതിനു മുമ്പായിട്ട് നമ്മളെ കാശ്മീർ, ഷിംല ഒക്കെ കറങ്ങി വന്നൊരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ നാട്ടിലേക്കാണ്. ഇവിടുന്ന് ഒരു പ്രീമിയം വണ്ടി കയറിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അയ്യോ, ഒരു പട്ടി ഇപ്പോൾ കടിച്ചതാ, അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി ഇതാ പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ശനിയാഴ്ചയും കേരളത്തിലെ എറണാകുളം ജംഗ്ഷനിലേക്ക് പുറപ്പെടുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ജംഗ്ഷൻ ട്രെയിൻ നമ്പർ 124/78 ദുരന്തോ എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് കേരളത്തിലേക്കല്ല യാത്ര ചെയ്യുന്നത്, കർണാടകയിലേക്കാണ്. കർണാടകയിലെ മംഗളൂരു ജംഗ്ഷനിലേക്ക്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എൻ്റെ വീട് കാനങ്ങാടിൻ്റെ അടുത്താണ്, കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ പൊതുവേ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക കാനങ്ങാട് സ്റ്റോപ്പുള്ള ട്രെയിനുകൾക്ക്. അവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളാണെങ്കിൽ കാസർഗോഡ് പോകും. അപ്പോൾ കാസർഗോഡും സ്റ്റോപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ മംഗലാപുരം ഇറങ്ങുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് മാത്രമേ സ്റ്റോപ്പില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് ചെന്നിട്ട് ഒക്കെ പറയാം. അപ്പോൾ ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ സമീപം 9:03 നമ്മളെ വണ്ടി 9:40 ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോകും. അപ്പോൾ അകത്ത് കയറിയിട്ട് ഏത് പ്ലാറ്റ്ഫോമൊക്കെയാണ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, കാരണം അപ്പോൾ വരും ആൾക്കാർ. ടാക്സിക്കും ബാഗ് ഇട്ട് പുറത്ത് വരാൻ കഴിയുന്നില്ല. ഇപ്പോഴൊക്കെ വരും, റൂം വേണോ, ടാക്സി വേണോ, എവിടെയൊക്കെ, എങ്ങനെ. ഒരു ഫോട്ടോ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിൽ തന്നെ പുറകെ തന്നെ വരിക. ഹസ്രത്ത് നിസാമുദ്ദീൻ നെയിം ബോർഡ് അവിടെ ഉണ്ട്. നേരെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കാണാം. പ്ലാറ്റ്ഫോം നമ്പർ 7 എന്നാണ് പുറപ്പെടാം. എറണാകുളം ദുരന്തോ എക്സ്പ്രസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതവിടെ കാണാം 122/84 84 കേട്ടോ. നേരത്തെ 78 പറഞ്ഞത്, മാറിപ്പോയതാട്ടോ അത്. ട്രെയിൻ നമ്പർ 122/84. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ഇവിടെ കാലിയൊക്കെ അടിക്കാൻ ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നോർത്തേൺ റെയിൽവേ സോണാണ് ഈ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൽഹി ഡിവിഷൻ്റെ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം 7 പോകാം. ഇപ്പോഴുന്ന ഒരുപാട് വണ്ടികൾ പുറപ്പെടാറുണ്ട്. ന്യൂഡൽഹി ഇൻഡോർ, താജ് എക്സ്പ്രസ്, പിന്നെ ആന്ധ്രാപ്രദേശ് സമ്പർക്രാന്തി എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് പുറപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല റഷാണ് ഇപ്പോൾ സ്റ്റേഷനിൽ. അപ്പോൾ ഇതവിടെ പ്ലാറ്റ്ഫോം നമ്പർ 7 എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. ഇതിൻ്റെ നമ്പർ നമുക്കൊന്നുകൂടി കാണാം. (122/84) എറണാകുളത്തേക്ക് പോകും. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് 122/83 തിരിച്ചു വരും. നമുക്ക് നേരെ പോയിട്ട് ലോക്കോ നോക്കിയിട്ട് വരാം. തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ 306/50 WAP7 ആണ് നമ്മൾ ദുരന്തോ എക്സ്പ്രസ്സിനെ എറണാകുളം ജംഗ്ഷൻ വരെ എത്തിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള ഡയറക്ഷൻ ആ ഭാഗത്തേക്കാണ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ ബാക്കി പ്ലാറ്റ്ഫോമുകളാണ് ഈ കാണുന്നത്. 7 നമ്മളെ വണ്ടി വന്ന് നിൽക്കുകയാണ്. 8 വണ്ടിയൊന്നുമില്ല. പിന്നെ 6, 5 വണ്ടിയില്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല, 1 ഒരു ഫ്രൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു ഓട്ടോമൊബൈൽ കാരിയർ ഫ്രൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് ആയത് ഇവിടെ മൊത്തം ഇതുപോലത്തെ പെട്ടികളായ കാരണം നെയിം ബോർഡ് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് വൈകിട്ട് തൊട്ട് ഇവിടെ ഇതുവരെ നല്ല മഴയായിരുന്നു ഈ സമയം വരെ. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ആ മഴേൻ്റെ കുറച്ച് വെള്ളമൊക്കെ ചളിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങ് അവിടെ നിന്ന് ഏതോ ഒരു വണ്ടി ഉള്ളിലോട്ട് വരുന്നുണ്ട്. അവിടെ ഔട്ടറിൽ കുറേ സമയം നിൽക്കുന്നത്, സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പം ഞാൻ ആസ് യൂഷ്വൽ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എൻജിന് 2-ാമത്തെ കോച്ച് S1, ഇതാണ് എൻ്റെ കോച്ച്. ദുരന്തോ എക്സ്പ്രസ്സിലെ ടിക്കറ്റിൻ്റെ പുറമെ തന്നെ അതിൽ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഒരു ഫുഡാണ് ഇവിടെ കാണുന്നത്. (9:40) ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ചെയ്തു.
അപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനോട് വിട. ബാക്ക് ടു കേരള. ഈ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പുള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കോട്ടയിൽ. രാത്രി 2:30 അവിടെ എത്തുമ്പോഴേക്ക്. ഇത് ട്രെയിൻ ഇവിടെ നിർത്തപ്പോൾ എല്ലാവർക്കും 1 ലിറ്ററിൻ്റെ വെള്ളം കൊടുത്തു. ഫുഡൊക്കെ നാളെ മുതലാണ് കിട്ടി തുടങ്ങുക. നാളെ രാവിലെ മുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. ട്രെയിന് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് ചെയ്യുന്നത് കോട്ടയിലാണ്. കോട്ടയിലെത്താൻ വെളുപ്പിന് 2:30 ഇതുവരെയും നിൽക്കുന്നില്ല. പിന്നെ എന്തായാലും മധുരയൊന്നും സ്റ്റോപ്പില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇവിടെ സത്യമാണ്. ഇനി ബാക്കി കാഴ്ച ട്രെയിനിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളും പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 8:30 ട്രെയിൻ ഇപ്പോൾ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് രാവിലത്തെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അത് പോയി കഴിക്കാം. ഇപ്പം ഇങ്ങനെയാണ് ഈ ട്രെയിനിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ 2 ബ്രെഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പ് ഉണ്ട്, പിന്നെ ചായ ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, പിന്നെ ബ്രെഡിത്തേക്കാളുള്ള ബട്ടർ ഉണ്ട്, ഒരു സ്പൂണുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് ഉപ്മാവാണ്. ഉപ്മാ അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും. അല്ല, കട്ട്ലറ്റും ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസുമാണ് ഇതിലുള്ളത്. നമ്മൾ ഫുഡ് സെലക്ട് ചെയ്തത് നോൺ വെജാണ്. കട്ട്ലേറ്റ് ആദ്യം കഴിച്ചു നോക്കാം. ഒരു പീസ് എടുക്കാം. കുഴപ്പമില്ല, നമുക്കിത് കഴിക്കാം. സമയം ഇപ്പം 9:40. നമ്മൾ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഡോദര ജംഗ്ഷൻ, ഗുജറാത്തിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ ഭാഗത്തായിരുന്നേ. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വണ്ടി വന്നത്. നമ്മൾ ട്രെയിനിൻ്റെ മുന്നിലായിരുന്നു. ട്രെയിൻ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൻ്റെ ലോക്കൽ നമ്മളുടെ അടുത്ത് തന്നെ ആയ കാരണം ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് നെയിം ബോർഡൊന്ന് കാണാം. ഇന്നലെ രാത്രിക്ക് കിട്ടാണ്ട് കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ട്രെയിൻ നെയിം ബോർഡ്, ദുരന്തോ എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ലോക്കൽ ഇവിടെ തന്നെ ഉണ്ട്, തുഗ്ലക്കാബാദിൻ്റെ. പിന്നെ ഇതാണ് വഡോദര റെയിൽവേ സ്റ്റേഷൻ. അങ്ങവിടെ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ഫ്രൈറ്റർ വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ കോച്ചിൻ്റെ ഭാഗത്തോട്ട് അങ്ങനെ പോകാം. കാരണം ഇപ്പുറത്തെ ഡോറെല്ലാം മൊത്തം ലോക്ക്ഡൗൺ, ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ബാംഗ്ലൂരിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ് കേട്ടോ, S1 2019 ബിൽഡ് ഒരു കോച്ചാണ്.
से चलकर एर्नाकुलम जंक्शन को जाने वाली कुछ ही समय में प्लेटफॉर्म क्रमांक 4 पर आ रही है। धन्यवाद। സൂരത്തിൽ ഈ ഭാഗത്ത് മൊത്തം എന്തൊക്കെയോ പണിയൊക്കെ നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡുറൻഡോ എക്സ്പ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായി ഓടി തുടങ്ങിയത് 2010 മാർച്ച് 7 പിന്നെ അതുപോലെ തന്നെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ഞാൻ സെറ്ററക്കൂരി മാർച്ച് 7 2010 ആദ്യമായി ഓടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ദുരന്തോ എന്ന അർത്ഥം, ദുരന്തോ എന്നത് ഒരു ബംഗാളി വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് എന്നാണ്, അതായത് വിശ്രമമില്ലാത്തതാണ്, തടസ്സമില്ലാത്ത, വിശ്രമമില്ലാത്ത, അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരും. അപ്പോൾ അതേപോലെ തന്നെ പേര് പോലെ തന്നെയാണ് ഈ വണ്ടിയും, വിശ്രമമില്ല, ഓടിക്കൊണ്ടേയിരിക്കും. ആദ്യകാലങ്ങളിൽ ഇത് എൻഡ് ടു എൻഡ് ആയിരുന്നു സ്റ്റോപ്പ്, അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ജംഗ്ഷനിൽ നിർത്തും. പിന്നെ അതിനിടയിൽ എവിടെയും ട്രെയിൻ നിർത്തൂല. പക്ഷെ ഇപ്പോൾ അങ്ങനെ, ഇപ്പോൾ ട്രെയിനിന് അത്യാവശ്യം സ്റ്റോപ്പൊക്കെ കൊടുത്തു തുടങ്ങി. എന്നാലും വിരൽ എണ്ണാൻ പറ്റുന്ന അത്ര സ്റ്റോപ്പ് മാത്രമേ ഈ ഡുറൻഡോ എക്സ്പ്രസിനുള്ളൂ. സ്റ്റോപ്പുകളും വളരെയധികം കുറവാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അടുത്ത് നോക്കിയാണെങ്കിൽ കേരളത്തിൽ ഞാൻ ഒറ്റൊരു സ്റ്റോപ്പേ ഇല്ല, കോഴിക്കോട് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രയോറിറ്റിയാണ്. ഇതിൻ്റെ മുന്നിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ ഒതുക്കിയിട്ട് ഇതിനെ കടത്തി വിടും. ഇതിൻ്റെ പ്രയോറിറ്റി ഭയങ്കരമാണ്. ഇതും രാജധാനിയും വന്ദേഭാരത് പ്രയോറിറ്റി ഭയങ്കരമാണ്. എൻ്റെ പുറത്ത് കാണുന്ന ഡുറൻഡോ എക്സ്പ്രസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ഡുറൻഡോ എക്സ്പ്രസ് ആണിത്. 2943 കിലോമീറ്ററാണ് ഈ ഡുറൻഡോ എക്സ്പ്രസ് ഓടുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ 11 സ്റ്റോപ്പ് ഉണ്ട്. 44 മണിക്കൂറും 25 മിനിറ്റുമാണ് ഈ ട്രെയിന് ഓടിയെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. സൂരത്ത് നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തോട്ടാ. ഈ ഡോറിൻ്റെ അടുത്തൊക്കെ മൊത്തം ആൾക്കാരായി. ജനറലിന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഏറ്റവും മുന്നിലാണല്ലോ കോച്ച്. ണ്ടാ അതുപോലെ തന്നെ കോച്ചിനകത്ത് കുറേ പേരുണ്ട്. പിന്നെ ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഫുഡിൻ്റെ സംഭവം ഉണ്ടായ കാരണം ഡോറും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സൂരത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലഞ്ച് വിട്ടുട്ടാ. പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മഹാരാഷ്ട്രയിലാണ്, വസായി റോഡ്. നമ്മൾ പാരലലി ആയിട്ട് ഒരു ഗുഡ്സിനെ ഓവർടേക്ക് ചെയ്യാണ്. സച്ചിൻ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ദുരന്തോ എക്സ്പ്രസ്സിലെ ഉച്ചത്തേക്കുള്ള ഫുഡ് വന്നിരിക്കുകയാണ്. കവറൊക്കെ വന്ദേഭാരത് എക്സ്പ്രസിൻ്റെ കവറാണ്. അപ്പോൾ നമുക്കിത് പൊളിച്ചൊക്കെ കാണാം. ഇപ്പം ഇങ്ങനെയാണ് ഫുഡ് വരുന്നത്. ഒരു ചിക്കൻ കറിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ദാൽ കറിയാണ്, പയർ കറി, പിന്നെ ചോറുണ്ട് കുറച്ച്, പിന്നെ 3 റൊട്ടി, പിന്നെ ഒരു തൈരിൻ്റെ പാക്കറ്റും. ഇത്രയാണ് ഉച്ചത്തേക്ക് ലഞ്ചിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് നോൺ വെജാണ്. വെജാണെങ്കിൽ ചിക്കൻ കറിക്ക് പകരം പനീർ കറി ഉണ്ടാവും. റൊട്ടിയും ചിക്കൻ കറിയും അടിപൊളിയാട്ടോ. 2 പീസ് ചിക്കൻ ഉണ്ട്. സമയം ഇപ്പോൾ 2:24. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ മാറി മഹാരാഷ്ട്രയിലേക്ക് കയറിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ വസായി റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തായിരുന്നു, റൈറ്റ് സൈഡിലാണ്.
ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സർവീസ് നടത്തുള്ളൂ കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ എല്ലാ ചൊവ്വാഴ്ച വിട്ട് കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ച വൈകിട്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തും. പിന്നെ അവിടെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് ശനിയാഴ്ച ഹസ്രത്ത് നിസാമുദ്ദീൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകിട്ട് എറണാകുളം ജംഗ്ഷൻ എത്തും. അങ്ങനെ ട്രെയിൻ ടൈമിങ്സ് വരുന്നത്. ഇവിടത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്, അങ്ങ് അതിലൂടെ വേറൊരു വണ്ടി പോകുന്നുണ്ട്. നിസാമുദ്ദീൻ മീറജ്. മീറജ് മഹാരാഷ്ട്രയിലാണ്. പൂനെ ആ ഒരു ഭാഗത്ത് പോകുന്ന റൂട്ടിലുള്ള സ്റ്റേഷനാണ്. ട്രെയിൻ ഇപ്പോൾ ഉല്ലാസ് ബ്രിഡ്ജ് ക്യാബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ സിഗ്നൽ കിട്ടിയിട്ട് നിർത്തിയാണ്. ഇപ്പോൾ ട്രെയിന് വസായി റോഡ് വിട്ട പിന്നെ ട്രെയിൻ നല്ല ഉരുട്ടലായിരുന്നു കേട്ടോ. പൻവേൽ വരെ തന്നെ ഉരുട്ടൽ തന്നെ ആയിരിക്കും, കാരണം മുംബൈ കടന്നു കിട്ടാൻ കുറച്ച് പാടാണ്. ഇതുവരെ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ നല്ല വരുത്തായിരുന്നു. ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഉരുട്ടൽ തുടങ്ങി. ഈ വണ്ടിയുടെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് 3 സ്ലീപ്പർ ക്ലാസ് ആണുള്ളത്. 3 മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന് അത്യധികം ഉള്ളത് തേർഡ് AC ആണ്. 10 തേർഡ് AC ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC, പിന്നെ അതുപോലെ തന്നെ ഒരു DL1 കോച്ചും ഉണ്ട്. ഈ DL1 കോച്ച് സംഭവം എന്താ വെച്ചെങ്കിൽ പുറകിലൊരു മറ്റേ ജനറേറ്റർ കാറുണ്ട്, മുന്നിലൊരു SLR കോച്ചില്ല, അത് സംഭവമുണ്ട്. അതിൻ്റെ ഇരിക്കുന്ന പോർഷന് സെക്കൻഡ് സിറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് DL1. സമയം ഇപ്പം 3:51. 3:30 ഇവിടെ ട്രെയിൻ നിർത്തിയത്. മുന്നിൽ എൻജിൻ്റെ പ്രഷർ പോയി, എൻജിൻ ലോക്ക് ഓഫ് ഫെയിലായി. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയിട്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ ട്രെയിനിൽ ഇപ്പോൾ ഇറങ്ങി പോയവരാ. പൻവേലിലേക്ക് ഇവിടുന്ന് റോഡായി പോകാനുള്ള പ്ലാനിലായിരിക്കും, കാരണം ഇവിടെ കുറേ സമയം പോസ്റ്റായി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. സമയം ഇപ്പോൾ 4:43. ട്രെയിൻ 1 മണിക്കൂറോളം ഡിലേ ആയിട്ട് പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഡിലേ ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ എൻജിൻ ഫെയിലർ ആയ കാരണമാണ് ഡിലേ ആയത്. നമ്മുടെ ഈ മാട്ട എൻജിന് WAP7. അതുപോലെ തന്നെ പൻവേൽ ഈ ട്രെയിൻ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സംസ്ഥാനം ഏതാണെന്ന് നോക്കിയാൽ ഡൽഹിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഹരിയാന, ഉത്തർപ്രദേശ്, പിന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. അങ്ങനെ ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആകെ കുറച്ചാണ്, 11 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഡൽഹി വിട്ട് കഴിഞ്ഞാൽ ഹരിയാനയിലും ഉത്തർപ്രദേശിലും എവിടെയും സ്റ്റോപ്പില്ല. പിന്നെ നേരെ രാജസ്ഥാനിൽ കോട്ട ജംഗ്ഷനിലാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വെളുപ്പിന് 5:50 മധ്യപ്രദേശിലെ രത്ലം ജംഗ്ഷനിൽ വെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഗുജറാത്തിലെ വഡോദര, സൂറത്ത്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ വസായി റോഡ്, പൻവേലി, പിന്നെ രത്നഗിരിയും മഹാരാഷ്ട്രയിൽ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഗോവയിലെ 8 സ്റ്റോപ്പ് മഡ്ഗാവ് ജംഗ്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലെ മംഗളൂരു ജംഗ്ഷൻ. പിന്നെ കേരളത്തിൽ ഇതിന് ആ ഒരു സ്റ്റോപ്പിലും അത് കോഴിക്കോട്. അത് കഴിഞ്ഞാൽ നേരെ എറണാകുളം ജംഗ്ഷനിലെത്തും. ഇതിന് ഷൊർണൂറോ, കണ്ണൂരോ, കാസർഗോഡോ, തൃശ്ശൂരോ എവിടെയും സ്റ്റോപ്പില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലെ മധുര ജംഗ്ഷനിൽ ഇത് സ്റ്റോപ്പില്ല. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. വെജ് വേണമെങ്കിൽ വെജ് സെലക്ട് ചെയ്യാം, നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് സെലക്ട് ചെയ്യാം. ഇനി ഫുഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഇല്ലാതെ ടിക്കറ്റ് എടുക്കാനും പറ്റും. ഇവിടെ ഫുഡിൻ്റെ അടുത്ത് നോ ഫുഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പുറത്തെ കാഴ്ച എങ്ങനെയാണ്, പനവേൽ ഏറ്റവും അവസാനത്തെ പ്ലാറ്റ്ഫോം 7 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ വണ്ടി വന്നിട്ടുള്ളത്. കേരളത്തിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളും 7 നമ്പർ പ്ലാറ്റ്ഫോം വഴിയാണ് പോകാറ്. അപ്പോൾ ഇതാണ് 7 നമ്പർ പ്ലാറ്റ്ഫോം. നമ്മുടെ വണ്ടിയുടെ ലോക്കോ വീണ്ടും അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ സംഭവം കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അതിലും ഡിലേ ആയെങ്കിൽ അടിപൊളി. ഞാൻ തിരിച്ച് മംഗള ലക്ഷദ്വീപിന് ബുക്ക് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായത്. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതല്ലേ, ലോങ് യാത്ര കഴിഞ്ഞ്. അതുകൊണ്ട് ഞാൻ എന്തായാലും നാട്ടിലിറങ്ങും, N20 യാത്ര ചെയ്യില്ല. അതുകൊണ്ട് മംഗള ഒഴിവാക്കി ഡുറൻഡോനെ എടുത്ത്, കാരണം ഇതാകുമ്പോൾ പെട്ടെന്ന് എത്തും എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ലോക്കോ ഫെയിലായിട്ട് ഇവിടെ വഴി കിടക്കാം. പക്ഷെ മംഗളക്ക് ഒരു N20 യാത്ര എന്തായാലും ചെയ്യണം. അത് എറണാകുളത്ത് നിന്ന് ഡൽഹി വരെ ചെയ്യാനുള്ള പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ മംഗള ബുക്ക് ചെയ്യാതിരുന്നത്.
ഇപ്പോൾ ഫെയിലായി പോയത് നമ്മളെ മാട്ട ലോക്കോമോട്ടീവ് ഇതാണ്, ലല്ലാഗുഡാൻ്റെ തുഗ്ലക്കാബാദിൻ്റെ WAP7. പിന്നെ അവിടെ ട്രാക്കിൽ തന്നെ ഒരു സ്റ്റോപ്പ് എന്നുള്ളൊരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ എടുക്കലുണ്ടാവില്ല. ഇതാണ് ടൊറൻറ്റോ എക്സ്പ്രസിൻ്റെ ഈവനിങ് സ്നാക്സ്. ഈ ഒരു സമോസയും ചായയും. അവിടെ സൂര്യാസ്തമനം. ട്രെയിൻ റോഹ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടെ സ്റ്റോപ്പില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി. ഇത്ര സമയം സെൻട്രൽ റെയിൽവേയിലുണ്ടായി, ഇപ്പോൾ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി. ഇനി ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മംഗളൂരത്ത് നമ്മൾ ഡിലേ ആവുമെന്നറിയില്ല. റോഹേൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് കേട്ടോ. മൊത്തം മലനിരകളാണ്. ഇപ്പുറം ഫുള്ള് ഫോഗ് കാരണം കാണുന്നില്ല. ട്രെയിൻ കൊങ്കൺ റെയിൽവേയിൽ എത്തി. പിന്നെ ക്രോസിങ്ങിൻ്റെ മേലെയാണ്. കഴിഞ്ഞ 3 റെയിൽവേ സ്റ്റേഷനിലും ട്രെയിൻ പിടിച്ചിട്ട് ഇപ്പോൾ വിൻഹര എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടുന്ന് ഒരു ക്രോസിങ് മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് മുംബൈ LTTയിലേക്ക് പോകുന്ന എക്സ്പ്രസ് അത് വരുന്നുണ്ട്. ക്രോസിങ് നമുക്ക് ആകുന്നില്ല കേട്ടോ. നമുക്കപ്പോൾ തന്നെ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. നേരത്തെ സെയിം സാധനം തന്നെയാണ്. റൊട്ടി, ചോറ്, ചിക്കൻ കറി, ദാല്, പിന്നെ ദഹിക്ക് പകരം പായസമാണ് രാത്രി കിട്ടിയത്. ഉച്ചക്ക് ദഹിയാണ് നമുക്ക് കിട്ടിയത്. ഒരു ടൈപ്പ് പായസം. സമീപം 10:21. ട്രെയിൻ മഹാരാഷ്ട്രയിലെ അവസാന സ്റ്റോപ്പായ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:30 എത്തേണ്ട ട്രെയിനാണ്. ട്രെയിൻ ഒരുപാട് ഡിലേ ആണ്. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് വടാപ്പാവ് എന്ന് പറയേണ്ട സമയമാണ്. പക്ഷേ വടാപ്പാവിന് ആരും കാണുന്നില്ല. സമയം ഇപ്പോൾ ഒരുപാട് വൈകിട്ട് 8:20 ആയാലോ. 10:20 ആയാലോ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വടാപ്പാവ് ഇല്ലാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് മഡ്ഗാവ് ജംഗ്ഷൻ മാത്രമേ ഇനി സ്റ്റോപ്പില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മംഗളൂർ ജംഗ്ഷനിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഈ ഡുറൻഡോ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിലേക്ക് 2 ഡുറൻഡോ എക്സ്പ്രസ് വരുന്നുണ്ട്. അതൊന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് ഡുറൻഡോ എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ LTTയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു ഡുറൻഡോ എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ സ്റ്റോപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ കോഴിക്കോട്, അത് വിട്ട് കഴിഞ്ഞാൽ മംഗളൂർ, മഡ്ഗാവ്, രത്നഗിരി, പൻവേലി. അതിനാകെ 5 സ്റ്റോപ്പേജ്. ഈ വണ്ടി നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ആ വണ്ടി സ്റ്റോപ്പേജ് വരുന്നത് പൻവേലി വരെ. ഇപ്പോൾ നമ്മുടെ ഡുറൻഡോ എക്സ്പ്രസ് ഇവിടെ തന്നെ ഉണ്ട്. S2 ആണ് ഈ കാണുന്നത്. ഡുറൻഡോ എക്സ്പ്രസിൻ്റെ നമ്പർ അങ്ങവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്കായിട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇത് നാളെ രാവിലെ മംഗളൂർ എത്തിയിട്ട് കാണാം. മംഗളൂർ എത്തിയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് കാനങ്ങാട് പോകാനുള്ള പ്ലാനിലാണ് ഉണ്ടായത്. ലേറ്റ് ആയിട്ട് എത്തുകയാണെങ്കിൽ സെൻറ്ററിൽ പോയിട്ട് എഗ്മോറോ എറണാടോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതൊക്കെ നാളെ കാണാം. നാളെ നോക്കി കാണാം. ഈ ഒരു വീഡിയോ എടുത്ത് നിർത്താണ്. തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 6:35. ട്രെയിൻ ഇതാ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ വണ്ടി വരുന്നുള്ളത്. Mangalore Junction, Yeshwanthpur Express on platform number 1. മംഗളൂരു ജംഗ്ഷൻ നെയിം ബോർഡിൻ്റെ ഇവിടെ തന്നെ ട്രെയിൻ നിർത്തി. പിന്നെ അതുപോലെ തന്നെ ഇതാ സ്ലീപ്പർ ക്ലാസ്
ട്രെയിനിൽ അധിക പേരും മാംഗ്ലൂർ ജംഗ്ഷനിലും കോഴിക്കോടിലാണ് ഇറങ്ങുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാടൊക്കെ പോകേണ്ടവർ മാംഗ്ലൂർ ജംഗ്ഷനിലിറങ്ങും. ബാക്കി കണ്ണൂർ തിരൂർ ആ ഭാഗത്തൊക്കെ പോകുന്നവർ കോഴിക്കോട് ഇറങ്ങും. ഞാൻ ഇതിൽ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ബെഡ്റോൾ ടിക്കറ്റ് സമയത്ത് തന്നെ ഓപ്ഷൻ കൊടുത്താൽ മതി. ബെഡ്റോൾ ആണെങ്കിൽ നമുക്ക് എ സിയിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു പില്ലോ ബ്ലാങ്കറ്റും പുതപ്പും ബെഡ്ഷീറ്റും അത് കിട്ടും. അവിടെ KSR ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇല്ല SMT ബാംഗ്ലൂർ. ഇപ്പം SMT ബാംഗ്ലൂരാണ് തുടക്കം. അത് ഇവിടുന്ന് 7:52 ഡിപ്പാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ സമയം എത്ര? 6:39. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമുക്കിനി കാഞ്ഞങ്ങാട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണിത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മംഗളൂർ സെൻട്രലിൽ നിന്ന് മംഗളൂർ ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞങ്ങാടിലേക്ക് ടിക്കറ്റ് എടുത്തു. 45 രൂപയാണ് ഫെയറായത്. സമയം ഇപ്പോൾ 6:47. ദുരന്തോ എക്സ്പ്രസ് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറക്കത്തെ ജനറൽ പോയിട്ട് കയറാം. ഇതിവിടെ മംഗളൂർ ജംഗ്ഷൻ നെയിം ബോർഡ്. പറകിൽ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിൽ കയറാം. നമ്മൾ ഇവരൊക്കെ കാലിയാണ്. അപ്പം മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. ഇനി മാംഗ്ലൂർ സെൻട്രലിൽ പോയിട്ട് ഇതിന് ലോക്കോ റിവേഴ്സലും ഉണ്ട്. 7:30 മാത്രമേ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ചെയ്തു. സമയം 6:59. 7 മണി. ട്രെയിൻ ഇതാ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. ഇവിടെ ഇതാ മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവിടെ ലോക്കോ റിവേഴ്സലുണ്ട്. ഒരു WP4 വരും. ഈ വണ്ടി ഇവിടെ 7:10 എത്തിയിട്ട് 7:30 എടുക്കണ്ടേ. 7:10 എത്തിയിരുന്നെങ്കിൽ നമുക്ക് ആ കാണുന്ന എറണാട് എക്സ്പ്രസിന് 7:20 നമ്മൾ നാട്ടിലേക്ക് പോയിരുന്നു. ഇവിടെ എത്തിയത് 7:21. അതുകൊണ്ട് എറണാട് എത്തുമ്പോഴൊക്കെ തന്നെ പോയിട്ട്. ആരക്കോണ ഷെഡിന്റെ WP4 ആണ് ലോക്കോമോട്ടീവ്. ഇനി ഇവിടുന്ന് അപ്ലൈ ചെയ്യാനുള്ളത്. കണ്ണൂർ വരെ ഈ ഒരു ലോക്കോമോട്ടീവ് ആയിരിക്കും. ട്രെയിൻ അങ്ങനെ ഡിപ്പാർട്ട് ചെയ്ത് ഉള്ളാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ദുരന്തോ എക്സ്പ്രസിന് ഡൽഹിയിൽ നിന്ന് മംഗലാപുരത്തേക്കായ ഫെയർ പറഞ്ഞാൽ 1557 രൂപയാണ്. അതിൽ 385 രൂപ കാറ്ററിംഗ് ഫെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ കിട്ടിയ ഫുഡും ഉച്ച കിട്ടിയ ഫുഡും അടിപൊളിയായിരുന്നു. കാരണം കഴിച്ചിരിക്കുക, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാത്രി കിട്ടിയ ഫുഡ് എനിക്ക് തോന്നുന്നു ഉച്ചക്കത്തെ ഫുഡ് അവർ ചൂടാക്കിയിട്ട് തന്ന പോലൊരു ഫീൽ. കാരണം രാത്രിത്തെ ഫുഡ് എനിക്ക് വലുതായിട്ട് പിടിച്ചില്ല. കാരണം ബാച്ച് എന്തൊക്കെയോ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേറെ എനിക്ക് ഞാൻ ഡൽഹി പോയിട്ട് ഫുഡ് കഴിച്ചു, ഷിംല പോയിട്ട് ഫുഡ് കഴിച്ചു, കാശ്മീർ പോയിട്ട് ഫുഡ് കഴിച്ചു. എന്തിന് സരോജിനി മാർക്കറ്റ് അകത്ത് വരെ പോയിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചായിരുന്നു. പക്ഷെ ഇതിലൊന്നും എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല. കാരണം നല്ല ഫുഡൊക്കെ ആയിരുന്നു കിട്ടിയത്. പക്ഷേ ഈ ദുരന്തോ എക്സ്പ്രസിൽ രാത്രി കിട്ടിയ ഫുഡ് അത് എടുത്ത് പറയണ്ടേ, ഞാൻ വളരെ മോശം ഫുഡ് തന്നെ പറയണം. അതെന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. ഒരു പ്രീമിയം വണ്ടി ആയിട്ട് അതിൽ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിലെ ഫുഡ് കഴിച്ചിട്ട് പണി കിട്ടും എന്ന് പറഞ്ഞെങ്കിൽ ഒരു അവസ്ഥ എന്ന് ചോദിക്കുക. പിന്നെ ഒരു കോമഡി എന്താണെന്ന് അറിയോ, ഞാൻ രാത്രി 10:45 കൂടി കടന്ന് ഉറങ്ങിയിട്ട് ഒരു പുള്ളിക്കാരനെ വിളിച്ചെന്നോട് ചോദിച്ചു എവിടെയാണ് ഇറങ്ങാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മംഗളൂർ ജംഗ്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളെ സർവീസൊക്കെ കഴിഞ്ഞ് ടിപ്പ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടിപ്പ് അതൊന്നും സംഭവം എന്ന് വെച്ചു. സർവീസ് ചെയ്ത ടിപ്പ് തരണം റെയിൽവേന്റെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞതിനോട്. ഞാൻ പറഞ്ഞു ടിപ്പ് തരാൻ പറ്റൂല, എൻ്റെ ചില്ലറില്ല, 500 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചില്ലറ എൻ്റെ ഉണ്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആദ്യം തന്നെ 350 രൂപ എടുത്തു. 150 രൂപ പുള്ളിക്കാരൻ ടിപ്പ് കൊടുക്കണം. അത്ര എന്തിന് വട്ടാണോ ആ മാട്ട ഫുഡ് നല്ല ടിപ്പും കൊടുക്കാൻ? സർവീസൊക്കെ നല്ലതാണ്. നിങ്ങൾ പ്രീമിയം ട്രെയിനിൽ കയറുമ്പോൾ ഇതുപോലത്തെ രാജധാനി വന്ദേ ഭാരതിൽ ടിപ്പിൻ്റെ അവസ്ഥ വന്നില്ല തോന്നി. ഞാൻ വന്ദേ ഭാരത് യാത്ര ചെയ്തിട്ട് അപ്പോൾ എന്നോട് ടിപ്പ് ചോദിച്ചില്ല. രാജധാനി ദുരന്തോ എക്സ്പ്രസ് പോലത്തെ ട്രെയിനുകളിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ടിപ്പ് ചോദിക്കും. ഒരു കാരണവശാലും ടിപ്പ് കൊടുക്കരുത്. കാരണം നമ്മൾ കാറ്ററിംഗ് ചാർജസ് നല്ലൊരു പൈസ കൊടുക്കുന്നുണ്ട്. 355 രൂപ കാറ്ററിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഫുള്ള് പൈസ ഫുഡിൻ്റെ അല്ല.
അതിൽ കുറച്ച് എമൗണ്ട് നമുക്ക് അവരിങ്ങോട്ട് സർവീസ് ചെയ്യുന്ന സംഭവമില്ലേ, അതായത് നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നത്, വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിന് ചെറിയൊരു ചാർജ് അതിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ടിപ്പ് അവർക്ക് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മളിതാ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇറക്കിയിട്ട് കണ്ണൂർ എക്സ്പ്രസ് കണ്ണൂരിനെ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. എത്രയൊക്കെ ഷിംലേൻ്റെയും ഹസരത്ത് നിസാമുദ്ദീൻ്റെയും കാശ്മീരിൻ്റെ ബനിഹാലിൻ്റെയും ശ്രീനഗറിൻ്റെയും ഏത് നെയിം ബോർഡ് കണ്ടാലും ഈ ഒരു നെയിം ബോർഡ് കാണുമ്പോൾ വേറെ തന്നെ ഒരു വികാരമാണ് കാഞ്ഞങ്ങാട് എന്നുള്ള നെയിം ബോർഡ്. എൻ്റെ യാത്ര ആരംഭിക്കലും അവസാനിക്കലും ഇവിടെ നിന്നാണ്. എൻ്റെ ഹോം സ്റ്റേഷൻ കാഞ്ഞങ്ങാട്. അപ്പോൾ ഡുറൻഡോ എക്സ്പ്രസിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അതിന് മുമ്പായിട്ടൊരു ലോങ് യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് നമ്മളെ ഇവിടെ നിന്ന് മംഗളൂരും പോയി, അവിടെ നിന്ന് തിരുവനന്തപുരം പോയി, പിന്നെ അവിടെ നിന്ന് യോഗിനി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റിന് ഡൽഹി പോയി, പിന്നെ ഹിംസാഗറിൽ ഉധംപൂർ പോയി, അവിടെ നിന്ന് ബനിഹാൾ പോയി, ശ്രീനഗർ പോയി, പിന്നെ തിരിച്ച് ബനിഹാൾ വന്ന അവിടെ നിന്ന് നേരെ ഹരിയാനയിൽ അംബാലയിൽ പോയി, പിന്നെ കൽക്ക ഷിംല പോയി, പിന്നെ ഷിംലയിൽ നിന്ന് നേരെ ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് എത്തി. അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു യാത്ര, ഈ ഒരു ട്രിപ്പിലുണ്ടായ യാത്രകളൊക്കെ ഇതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെറുത്താണ്. ഈ ഒരു യാത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ പാട്ടുകളും കണ്ടു വിചാരിക്കുന്നു, എല്ലാ വീഡിയോകളും കണ്ടു വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.